ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. അവരുടെ ഓവറോൾ എനർജി നമുക്ക് നോക്കാം. 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ എനർജി ഒന്ന് നോക്കാം. നിങ്ങളുടെ 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇനി മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. അത് റിവേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. റിവേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കിൽ നിന്നും നമുക്ക് ഓവറോൾ എനർജി നോക്കിയ സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി തന്നെ ആദ്യം തന്നെ കിട്ടിയത് 7 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നമുക്ക് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനാണ് ആൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട്. നിങ്ങളിപ്പോൾ സ്വയം നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആളെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോഴും നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഇതൊക്കെ നല്ലതിനാണ്, അല്ലെങ്കിൽ ഇതിലൊക്കെ നല്ലൊരു മാറ്റം വരും എന്ന് നിങ്ങൾ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് നിങ്ങളുടെ. കാരണം നിങ്ങളിപ്പോൾ കരിയറിലൊക്കെ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ പഴയ ഒരാളല്ല. ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുകയാണ്. ആൾക്ക് വലിയൊരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു സമയത്ത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് കപ്സാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്തും അയാൾക്ക് ഒരു എന്താ പറയുക, അയാൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനായിട്ടാണ് കാണുന്നത്. അതായത് അയാൾക്ക് ഇതുപോലെ ഹാപ്പിയാണ്, മറ്റുള്ളവരിലും സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അയാൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്തും ഒരു ഹാപ്പിനെസ്സാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങളെ ഒരു ഓപ്ഷനാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിലാണ് അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഇപ്പം എന്താണ് ചിന്തിക്കുന്നത്, നിലവിൽ എന്താണ് നിങ്ങളെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലാണുള്ളത്. ഏതോ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ വ്യക്തിക്ക് അറിയാം കേട്ടോ. അപ്പോൾ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് തന്നെ ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി, അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കിപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് കുറവായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു ഓപ്ഷനാക്കി വെച്ചിരിക്കാം. ആളിപ്പോൾ ആ ഫീലിങ്സിനൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ട്, ഇല്ലയെന്നല്ല, അതിനൊക്കെ ആളിപ്പോൾ ഒരു കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു ഫീലിങ്സ് ഒന്നും അതിലില്ല. കാരണം അത് തന്നെ റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആൾക്ക് വലിയൊരു ഇങ്ങനെ ഇടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇടയ്ക്ക് ആൾക്ക് ഫീലിങ്സ് ഉണ്ട്, എന്നാൽ എല്ലാ ടൈമും ഒരുപോലെ ഇല്ല എന്നാണ് കാണുന്നത്. എന്താണെന്നുള്ളത് ഓരോന്ന് എടുത്ത് നോക്കാം കേട്ടോ നമുക്ക്. ഈ വ്യക്തിയുടെ ഓവറോൾ എനർജി നോക്കാം.
ഇതും റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഈ ഒരു കാർഡും റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ല നിങ്ങളുടെ ബന്ധത്തിൽ, ഒരു സ്റ്റെബിലിറ്റിയോടുകൂടിയല്ല ആൾ കാണുന്നത് നിങ്ങളെ. നിങ്ങൾക്ക് വലിയൊരു പാഷനാണ് ഈ വ്യക്തി, നിങ്ങളൊരു ആത്മാർത്ഥമായ ഒരു പാഷനാണ് നിങ്ങൾക്ക് എങ്കിൽ പോലും ഈ വ്യക്തിയാണെങ്കിൽ ഒരു വലിയൊരു ഫോക്കസ് നിങ്ങൾക്ക് കൊടുക്കുന്നില്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഈ ഒരു ബന്ധത്തിൽ എന്നാണ് കാണുന്നത്. ആളുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഭയങ്കര ഫീലിങ്സാണ് നിങ്ങളുടെ വ്യക്തിക്ക്, ഭയങ്കര ഫീലിങ്സാണ്, നല്ല ഫീലിങ്സ് ഉണ്ട് ഇടയ്ക്ക്. എന്നാൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളിങ്ങനെ എന്താ പറയുക, നിങ്ങളെന്തോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നിങ്ങളെപ്പോൾ ഉള്ളത്. അയാൾ വിചാരിക്കുന്നത് പോലൊന്നല്ല, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുത്ത് ഉറപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെന്ന് പറയുന്നത് ഒരു കൂളായിട്ട്, അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ കൂളാവുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത്. ഈ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു മൈൻഡ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. കാരണം അവർ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നല്ല രീതിയിൽ നോക്കാൻ അറിയാം, അവരില്ലെങ്കിൽ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നവർ തന്നെ. ഒരിക്കലും നിങ്ങളെ തടയാനോ നിങ്ങളെ പിടിച്ചു നിർത്താനോ ഒന്നും ഈ വ്യക്തിക്ക് സാധിക്കില്ല. പോരാത്തതിന് ഈ വ്യക്തി നിങ്ങളെ ഒരു ഓപ്ഷനായിട്ടും കാണുന്നുണ്ട്. അതായത് ആളെന്ന് പറഞ്ഞാൽ നിങ്ങളെ മാത്രമായിട്ട് ഫോക്കസ് കൊടുക്കുന്നില്ല, മറ്റു വ്യക്തികളെയും ഈ വ്യക്തി ഫോക്കസ് കൊടുക്കുന്നുണ്ട്, അതാണ് കാണുന്നത്. പിന്നെ വന്നതിന് ഹെയർ ഓപ്പൻ. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കാസ്റ്റ് ഡിഫറൻസോ ഏജ് ഡിഫറൻസോ ഉള്ളവരാണ് എന്നാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ. ഈ വ്യക്തിക്ക് ഇപ്പോൾ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലൊക്കെ ഇടയ്ക്ക് രണ്ട് മൈൻഡാണ്. ചില നേരത്ത് വലിയൊരു നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഈ വ്യക്തി വരാതിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡുണ്ട്. ചില നേരത്ത് ആൾക്ക് ഭയങ്കര ഇതാണ്, നിങ്ങളോട് സംസാരിക്കണം, വിളിക്കണം എന്നൊക്കെയുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ട്, മെസ്സേജ് അയക്കണം. ചില നേരത്ത് ആളുടെ അനക്കമില്ലാത്ത, അപ്പോൾ രണ്ട് മൈൻഡാണ്. ചില തീരുമാനത്തിലായാലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യത്തിലായാലും ചിലപ്പോൾ ഓക്കെ ആണ്, ചിലപ്പോൾ ഒട്ടും ഓക്കെ അല്ലാത്തൊരു അവസ്ഥയിലൊക്കെയാണ് ആൾ പോകുന്നത്. കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ് എന്നാണ്. നിങ്ങൾ വഴിമാറുന്നതായിട്ടാണ് കാണുന്നത്, മുൻപത്തെ നിങ്ങളല്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഈ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ആ ഫീലിങ്സിൽ നോക്കുമ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ആൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കൊരു ഭയങ്കരമായ ഫീലിങ്സ് ആൾക്ക് വരും. ഒരിക്കലും ആളെ ആക്ഷൻ എടുക്കാനോ ഒന്നിനും ആൾ തീരുമാനമല്ല. ആൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ്, ഒരു ബ്രേക്കപ്പ് നടന്നതായിട്ടാണ് കാണുന്നത്. കുറേ നാളായിട്ടുള്ള പ്രശ്നത്തിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ആണെന്നാണ് ആൾ ചിന്തിക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, നിങ്ങളുടേതായ എന്തോ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യമാണ് ആൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. ഒരിക്കലും അയാൾ ഇതിൽ നേരെ നിൽക്കുന്നില്ല എന്നാണ് അർത്ഥം കേട്ടോ. ഈ ഒരു ബന്ധത്തിൽ അവർ നേരെ നിൽക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കാര്യം, അത് ഈ വ്യക്തിക്ക് അറിയാം നല്ല രീതിയിൽ. അയാൾ ചെയ്തതിൻ്റെ ഇതാണ് നിങ്ങളും കാണിക്കുന്നത് ആളുടെ അടുത്ത്. അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ബന്ധത്തിൽ. ആ പ്രതീക്ഷ നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് മുതൽ ഇപ്പോൾ തീർത്തും നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു, അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് ഈ വ്യക്തിയിൽ നിന്നും. എന്നാൽ ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു ഓപ്ഷനായിട്ടാണ്. പക്ഷേ ഇടയ്ക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ആ തീരുമാനം അനുസരിച്ച് നിങ്ങൾ നിൽക്കുമെന്ന് ഈ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഡെത്ത് കാർഡാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. കുറേ നാളായിട്ട് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നോ കോണ്ടാക്റ്റ് ആവാനും സാധ്യതയുണ്ട്. ഇവിടെ മുന്നോട്ടെന്ന് പറയുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തടസ്സമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഈ വ്യക്തി ആലോചിക്കാറുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്ന സമയത്തൊക്കെ അത്രത്തോളം സ്നേഹത്തോടെ ആയിരുന്നു നിങ്ങൾ ഈ വ്യക്തിയെ അടുത്ത് നിന്നിരുന്നത്. നിങ്ങൾ ആളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ഇത് കണ്ടോ, മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ദുശ്ശീലങ്ങൾ കാരണമായിരിക്കാം. നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഒത്തിരിയേറെ മാറ്റം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹിച്ചിരുന്നു രണ്ടുപേരും, ഒത്തിരിയേറെ. 2 കപ്സ് കാണുന്ന സമയത്ത് മനസ്സിലാവും, വിശ്വാസം കൊടുത്ത ബന്ധമായിരുന്നു. ഇപ്പോൾ ഒട്ടും വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വഞ്ചന നിങ്ങൾ നേരിട്ടതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്നും. ഇത് മുന്നോട്ട് പോകുന്നത് തോറും നിങ്ങൾക്കിത് നല്ലതല്ല കേട്ടോ. ഈ ബന്ധം തടസ്സത്തിലേക്കാണ്. കാരണം ആളൊരു ഓപ്ഷനായിട്ടാണ് നിങ്ങളെ കാണുന്നത്.
നിങ്ങളും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവർ 2 കാർഡ്സ് താഴെ വീണിട്ടുണ്ട്. ഇതിലൊരു ബ്ലാക്ക് മാജിക്കൽ എനർജിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് മുന്നോട്ട് പോകും തോറും നമുക്ക് കാണുന്നില്ല ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജി. അത് നിങ്ങളെയും ബാധിച്ചേക്കാം. ഇപ്പോൾ ഈ വ്യക്തിയെ ബാധിച്ചതുപോലെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ ബാധിച്ചതുപോലെ ഇത് മുന്നോട്ട് തടസ്സം തന്നെയാണ് കാണുന്നത്. ഈ വ്യക്തി വിചാരിക്കുന്നത് പോലെയൊന്നല്ല, കുറേ ചേഞ്ചായ ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നേരെ വേറെയും തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ട്. അവർക്ക് ഒരു ബ്ലാക്ക് മാജിക്കലൊക്കെ ചെയ്ത് വെച്ചതായിട്ട് കാണുന്നുണ്ട്. കാരണം ആൾക്ക് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയാണിത്. ഒന്നാമത് നിങ്ങളെ ഓപ്ഷനായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ മെയിൻ കാണാൻ കാരണം. അപ്പോൾ ഒന്നാമത് നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് തന്നെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഫീലിങ്സ് ഇല്ല ഇപ്പോൾ ഈ സമയത്ത് ആൾക്ക് നിങ്ങളെടുത്ത്. അതേപോലെ നമുക്ക് അവസാനം കിട്ടിയ കാർഡ് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അവിടെയും ഫീലിങ്സ് ഇല്ല, അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഏറ്റവും അവസാനം നമുക്ക് വന്നിരിക്കുന്ന കാർഡും തടസ്സത്തിൻ്റെ കാർഡാണ്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആൾ ഇപ്പോൾ ഇടയ്ക്ക് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് മാറി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും തടസ്സമാണ്. ഈ വ്യക്തി നേരെ നിൽക്കില്ല, വെറുതെ ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയ രീതിയിലാവും. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ട്. നിങ്ങളിപ്പോൾ വഴി മാറി നിൽക്കുകയാണ് ആളിൽ നിന്നും. ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഇടയ്ക്കൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വരാറുണ്ട്. ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് അത് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങളെ കാണുന്നത്, ഒരു ഓപ്ഷനായിട്ടാണ്. ആൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഇനി തിരിച്ചു വരില്ല, നിങ്ങൾ എന്തോ ഒരു കാര്യം തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ആൾക്കറിയാം. ഇനി കൂടുതൽ ആൾ ഇതിലേക്ക് നിങ്ങൾ ഇനി ശ്രദ്ധ കൊടുത്താൽ ഇത് വലിയൊരു തടസ്സത്തിലേക്ക് പോകും. മുന്നോട്ടിത് തടസ്സം തന്നെയാണ് കാണുന്നത്. കാരണം ഈ വ്യക്തിയുടെ സ്വഭാവ രീതി അനുസരിച്ച് ഈ വ്യക്തിയിൽ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ ചെയ്ത് വെച്ച കർമ്മഫലമായിരിക്കാം നിങ്ങളും കൂടി ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ കാര്യം ചില സാഹചര്യത്തിൽ പറയുന്നത് ഫാമിലി ആയിരിക്കാം. ഈ വ്യക്തിയുടെ ഫാമിലിയോ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങളും കൂടി അനുഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്തോറും തടസ്സമാണ് കാണുന്നത്. ഈ വ്യക്തിക്കാണെങ്കിൽ ഒരു ഓപ്ഷനാണ് നിങ്ങൾ കേട്ടോ. ഇപ്പോൾ ഈ റീഡിങ് ആർക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ശരി, ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരായാലും ശരി, ഇനിയിപ്പോൾ കപ്പിൾസ് ആയാലും ശരി കേട്ടോ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരായാലും ശരി, ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് ആൾ കണ്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നതും കേട്ടോ. ഇടയ്ക്ക് ഭയങ്കര സ്നേഹം ഈ വ്യക്തിക്കുണ്ട്. ഓർക്കുന്ന സമയത്ത് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹമുണ്ട്. അപ്പോൾ 2 മൈൻഡാണ് ഈ വ്യക്തിക്ക്. ഇടയ്ക്ക് ആളുടെ സ്വഭാവം ഒട്ടും ഒരുപാട് ഇപ്പോൾ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇടയ്ക്കാൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. എല്ലാ ടൈമും ഒരുപോലെ പക്ഷെ ഇല്ല കേട്ടോ. ആ ഫീലിങ്സ് എപ്പോൾ നിലനിൽക്കണ്ടേ, അത് നിൽക്കുന്നില്ല. ഇടയ്ക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് എന്തോ നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഓർമ്മകൾ വരുന്ന സമയത്ത് ആൾക്ക് ഒരു ഫീലിങ്സ് വരുന്നുണ്ട്, എന്നാൽ എല്ലാ സമയത്ത് അതുണ്ടാവുന്നില്ല. അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ക്യൂ ആണ്, ലെറ്റർ ക്യൂ. സെറ്റ് വന്നിട്ടുണ്ട്. ലെറ്റർ എസ് ആണ്, തൃക്കേട്ട. അത്തം, പർപ്പിൾ കളർ. ഡ്രൈവർ, സെപ്റ്റംബർ, നവംബർ, മലപ്പുറം, ഉത്രാടം, കാർത്തിക, സെപ്റ്റംബർ കേട്ടോ. അത് കാറ്റിന് പാർന്നുകൊണ്ടാണ്. ബ്ലൂ കളർ, പുണർത്തം, ഒക്ടോബർ, പൂരുരുട്ടാതി. ലെറ്റർ കെ ആണ് വന്നിരിക്കുന്നത്. കൊല്ലം, മിറാക്കിൾസ്, ബ്ലാക്ക് കളർ, 21. യെല്ലോ കളർ, ലെറ്റർ എച്ച്. ഓഗസ്റ്റ്, ലെറ്റർ ടി ആണ്. ഭരണി നക്ഷത്രം, 41.
32 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്